ഹായ് ഫ്രണ്ട്സ്, മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വരുന്ന ഒരാഴ്ചത്തെ മാർക്കറ്റും അതേപോലെ തന്നെ ഈ നിഫ്റ്റിയുടെ ഒരു ഔട്ട്ലുക്കൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. ആദ്യമേ തന്നെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകൾ നോക്കുമ്പോൾ LICയുടെ IPOയുടെ പ്രിപ്പറേഷനായിട്ട് ഇപ്പം ഗവൺമെൻറ് ഡെലോയിറ്റ് അതേപോലെ തന്നെ SBI ക്യാപിറ്റൽ മാർക്കറ്റ് ഇവരെ രണ്ടുപേരും ഹയർ ചെയ്തു എന്നൊരു അപ്ഡേറ്റുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേപ്പർ വർക്കൊക്കെ ഫിനിഷ് ചെയ്യാനായിട്ട്. ഇനി അടുത്തതായിട്ട് ICICI ലോംബാർഡ് ജനറൽ ഇൻഷുറൻസ് അവർ ഭാരതി ആക്സയുടെ നോൺ ലൈഫ് ഇൻഷുറൻസ് ബിസിനസ്സിനെ അവരുമായിട്ട് മെർജ് ചെയ്യാൻ പോകുന്നൊരു അപ്ഡേറ്റുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. ബോർഡിൻ്റെ ഭാഗത്ത് അതിനുള്ള അപ്രൂവൽ കിട്ടി എന്ന രീതിയിലാണ് അപ്ഡേറ്റുകൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മെർജർ നടക്കുമ്പോൾ ഭാരതി ആക്സ ജനറൽ ലൈഫ് ഇൻഷുറൻസിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് അവർക്ക് 115 ഷെയർ ഭാരതി ആക്സയുടെ ഷെയർസ് കയ്യിലുണ്ട് എങ്കിൽ ICICI ലോംബാർഡിൻ്റെ 2 ഷെയർ എന്ന രീതിയിലാണ് അവർ ഇനി മെർജറിന് ശേഷം ഷെയർസ് കൊടുക്കാൻ പോകുന്നതെന്നാണ് അപ്ഡേറ്റുകളിൽ കാണാനുള്ളത്. അപ്പോൾ ഇതിനൊരു റെക്കോർഡിംഗ് ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്ന ഡേറ്റാണ് അന്ന് റെക്കോർഡിംഗ് ഡേറ്റ് ഫിക്സ് ചെയ്യാൻ പോകുന്നത്. ഇനി ഭാരതി ആക്സയുടെ ഒരു കഴിഞ്ഞ വർഷം നോക്കുകയാണെങ്കിൽ അവരുടെ ഗ്രോസ് പ്രീമിയം കളക്ഷനിൽ 38% വർധനവ് കഴിഞ്ഞ ഒരു വർഷം ഉണ്ടായി എന്ന രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മെർജർ നടക്കുന്നത് മിക്കവാറും ICICI ലോംബാർഡിന് ഒരു പോസിറ്റീവ് ന്യൂസായിട്ട് മാറാൻ സാധ്യതകൾ കാണുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് Q1 റിസൾട്ട്സ് വന്ന കമ്പനികൾ നോക്കുമ്പോൾ PNBയുടെ Q1 റിസൾട്ടിലേക്ക് വരുമ്പോൾ അവർ 308 കോടിയുടെ ഒരു നെറ്റ് പ്രോഫിറ്റാണ് ഈ ഒരു ക്വാർട്ടറിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്നിരുന്നാലും അത് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ അവർക്ക് 1018 കോടിയുടെ നെറ്റ് പ്രോഫിറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഏകദേശം 70% ഡിക്ലൈൻ വന്നു എന്നാണ് അപ്ഡേറ്റിൽ കാണിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ 2.5% വർധനവുണ്ടായതാണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഗ്രോസ് NPAയിലും നെറ്റ് NPAയിലും ഒരു കുറവ് കൊണ്ടുവരാൻ സാധിച്ചു എന്ന രീതിയിലും അപ്ഡേറ്റുകളിൽ പറയുന്നു. ഇനി അടുത്തായിട്ട് ഓയിൽ ഇന്ത്യൻ്റെ Q1 റിസൾട്ട്സ് നോക്കുമ്പോൾ അവരൊരു നെറ്റ് ലോസ് ആണ് ഈ ഒരു ക്വാർട്ടറിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒരു ആദ്യമായിട്ടാണ് ഒരു രണ്ടാമതായിട്ടാണ് ക്വാർട്ടർലി റിസൾട്ട്സിൽ ഒരു നെറ്റ് ലോസ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. 248 കോടിയുടെ ഒരു നെറ്റ് ലോസ് ആണ് ഈ ഒരു ക്വാർട്ടറിൽ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ അവർക്ക് 624 കോടിയുടെ ഒരു നെറ്റ് പ്രോഫിറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇനി അടുത്തായിട്ട് ഗോഡ്ഫ്രേ ഫിലിപ്സിൻ്റെ Q1 റിസൾട്ട്സ് നോക്കുമ്പോൾ 53% ഒരു ഡിക്ലൈനാണ് അവർക്ക് നെറ്റ് പ്രോഫിറ്റ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ അവർക്ക് 118 കോടിയുടെ നെറ്റ് പ്രോഫിറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇനി ഓപ്പറേഷൻസ് എന്നുള്ള ഇങ്ങനെ നോക്കുകയാണെങ്കിൽ 503 കോടിയായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. അതിലും 41% ഇടിവ് വന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് KKR CG പവറിൽ 2.88% സ്റ്റേക്ക് സെല്ല് ചെയ്തു. അതുപോലെ തന്നെ ജ്വാലാമുഖി ഇൻവെസ്റ്റ്മെൻറ്റ്സ് സിയറ്റിൽ 2% സ്റ്റേക്കും വിറ്റു എന്ന രീതിയിലാണ് അപ്ഡേറ്റുകൾ കാണാനുള്ളത്. ഇനി അടുത്തതായിട്ട് നിഫ്റ്റിയുടെ ഒരു ഔട്ട്ലുക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ ദിവസത്തെ ഒരു ഡെയിലി ചാർട്ട് നോക്കുകയാണെങ്കിൽ ഒരു ബീറിഷ് ക്യാൻഡിലാണ് നിഫ്റ്റിയിൽ കാണാനുള്ളത്. എന്നിരുന്നാലും ഒരു ഷോർട്ട് ടൈം ട്രെൻഡൊക്കെ ഒരു ബുള്ളിഷായിട്ടാണ് കാണാനുള്ളത്. എന്നിരുന്നാലും ഒരു ഹയർ റേഞ്ചിലേക്ക് പോകുമ്പോൾ നിഫ്റ്റിയിൽ ഒരു ഡയറക്ഷൻലെസ് ആയിട്ട് മാറുന്നതായിട്ടാണ് മാർക്കറ്റിൽ കാണാനുള്ളത്. ഇപ്പോൾ വീണ്ടും ഒരു ഹയർ റീജിയനിലേക്ക് ടച്ച് ആയിക്കൊണ്ടിരിക്കുന്നു. അടുത്തൊരു റെസിസ്റ്റൻസ് ലെവലായിട്ട് 11,460 റേഞ്ചിലാണ് കാണാനുള്ളത്. അപ്പോൾ എന്നിരുന്നാലും ഈ ഒരു റേഞ്ചുകളിലേക്ക് പോകുമ്പോൾ നിഫ്റ്റി ഒരു ഡയറക്ഷൻലെസ് ആയിട്ട് മാറുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സ് എല്ലാം ഒരു ക്ലൂലെസ് ആയിട്ട് പോകുന്നു എന്നാണ് കാണാനുള്ളത്. കാരണം നമ്മളൊരു 5 മിനിറ്റ്സ് ചാർട്ടൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഒരു 5 മിനിറ്റ്സ് ട്രെൻഡിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ ഒരു കഴിഞ്ഞ 3 ദിവസത്തെ ഒരു മാർക്കറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഗ്യാപ്പ് അപ്പ് അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് 3 ദിവസങ്ങളിലും കാണാനുള്ളത്. 3 ദിവസങ്ങളല്ല, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട്. അപ്പോൾ ആ ഒരു ഓപ്പണിംഗ് നടക്കുന്നു. അതിനുശേഷം ഒരു ഓപ്പണിംഗ് പ്രൈസിൻ്റെ അടുത്തോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചുറ്റിയുള്ളൊരു അടുത്താണ് ക്ലോസിംഗ് നടക്കുന്നത്. അതുമാത്രമല്ല ഒരു ദിവസം ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ്, പിന്നെ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ്, പിന്നീട് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ്. അതൊരു ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ട്രെൻഡിനെ ഫോളോ ചെയ്തുള്ളൊരു ഓപ്പണിംഗ് ആണ്. എന്നിരുന്നാലും പിന്നീട് ഒരു ഡയറക്ഷൻലെസ് ആയിട്ടാണ് ഓരോ ഡേയും നിഫ്റ്റിയിൽ നടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ വീണ്ടും ഒരു ഹൈ റേഞ്ചിലാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഒരു അപ്സൈഡ് നോക്കുകയാണെങ്കിലും ഒരു 17,460 65 വരെയുള്ളൊരു അപ്സൈഡാണ് ഇനി കാണാനുള്ളത്. അപ്പോൾ ഒരു 60-70 പോയിൻറ്റ്സിൻ്റെ ഒരു അപ്സൈഡ് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ എന്നിരുന്നാലും ആ ഒരു റേഞ്ചിലേക്ക് പോകുമ്പോൾ നിങ്ങളൊന്ന് കോഷ്യസ് ആയിട്ടിരിക്കുക. കാരണം നിഫ്റ്റി അവിടെ ഒരു ക്ലൂലെസ് ആയിട്ട് മാറുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ബിയറിഷ് ക്യാൻഡിലായതുകൊണ്ട് ഇപ്പോൾ ഒരു റിവേഴ്സലാണ് വരുന്നതെങ്കിലും അടുത്തൊരു ഇമീഡിയറ്റ് സപ്പോർട്ടായിട്ട് 11,100 ആ റേഞ്ചിലൊരു സപ്പോർട്ട് നമുക്ക് മാർക്കറ്റിൽ നിലനിൽക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇന്നത്തെ ഒരു ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരുമ്പോൾ നാസ്ഡാക്കിൽ ഒരു സൈഡ് വേ സെഷൻ ആയിരുന്നു നാസ്ഡാക്കിൽ കാണാനുണ്ടായിരുന്നത്. 46 പോയിൻറ്റ്സ് ഗെയിനോടുകൂടിയാണ് എൻ്റെ ആയിരിക്കുന്നത്. ഇനി യൂറോപ്യൻ മാർക്കറ്റിലേക്ക് നോക്കുമ്പോൾ അവിടെയും ഒരു സൈഡ് വേ ആണ്, ഒരു നെഗറ്റീവ് സൈഡിലേക്കാണ് പോയത്. എന്നിരുന്നാലും ഒരു സൈഡ് വേ സെഷൻ ആയിരുന്നു യൂറോപ്യൻ മാർക്കറ്റിലും ഉണ്ടായിരുന്നത്. ഇനി ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഒരു മിക്സഡ് ട്രെൻഡ് കാണുന്നു. SGX നിഫ്റ്റി ഇന്നലെ 10 പോയിൻറ്റ്സ് ഡൗണിലാണ് ട്രേഡ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നാളെ രാവിലെ SGX നിഫ്റ്റി ഒന്ന് വാച്ച് ചെയ്യുക. നമുക്ക് ഒരുപക്ഷെ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഒരു സ്റ്റാർട്ടിങ് നമുക്കൊരു ഓപ്പണിംഗ് ട്രെൻഡ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ SGX നിഫ്റ്റിയുടെ ട്രെൻഡ് വഴി നമുക്ക് സാധിക്കുന്നതാണ്.
ഇനി അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ട ചില സ്റ്റോക്കുകൾ എടുക്കുമ്പോൾ BHELൻ്റെ ഡെയിലി ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ പ്രീവിയസ് ഹൈയിൽ നിന്ന് ഒരു ബ്രേക്കൗട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു റെസിസ്റ്റൻസ് ലെവലായിട്ട് നമുക്ക് ഒരു 44 രൂപ 44.50 പൈസ ആ റേഞ്ചിലാണ് കാണാനുള്ളത്. അപ്പോൾ ഈ ഒരു ട്രെൻഡ് തുടരുകയാണെങ്കിൽ, ഈ ഒരു അപ് ട്രെൻഡ് തുടരുകയാണെങ്കിൽ ഒരു 44.50 പൈസ വരെയുള്ളൊരു ഒരു റാലിക്കുള്ള ചാൻസസ് നിലനിൽക്കുന്നുണ്ട് ഈ ഒരു സ്റ്റോക്കിൽ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കിനെയും ഒന്ന് കൺസിഡർ ചെയ്യുക നിങ്ങളുടെ അനാലിസിസിലേക്ക്. ഇനി അടുത്തായിട്ട് ഗോദ്രേജ് പ്രോപ്പർട്ടീസിൻ്റെ ഡെയിലി ചാർട്ടിലേക്ക് നോക്കുമ്പോൾ ഇതിപ്പോൾ വീണ്ടും ഒരു സപ്പോർട്ട് സോണിലേക്കാണ് ഇപ്പം റീച്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഡൗൺ ട്രെൻഡാണ് ഇപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും ഒരു സപ്പോർട്ട് റീജിയനിലേക്കാണ് ഇപ്പോൾ സ്റ്റോക്ക് റീച്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസങ്ങൾ ഒരു ഡൗൺ ട്രെൻഡാണ് കാണുന്നത്. ഒരു ഷൂട്ടിംഗ് സ്റ്റാർ സിമ്പിളൊക്കെ ഇട്ടിട്ട് പിന്നീട് ഡൗൺ ട്രെൻഡ് തുടരുന്നു. അപ്പോൾ ഒരു 840 ആ റേഞ്ച് വരെയൊക്കെ വരികയാണെങ്കിൽ വന്നതിന് ശേഷം ഒരു റിവേഴ്സലിൻ്റെ ഒരു കൺഫർമേഷൻ, ഒരു അപ് ട്രെൻഡിൻ്റെ ഒരു കൺഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഈ ഒരു സ്റ്റോക്കിനെ കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കൊരു ചെറിയൊരു ഗെയിൻ എടുക്കാനുള്ള ഒരു പോസിബിലിറ്റി നമുക്കൊരു പക്ഷേ ഈ ഒരു സ്റ്റോക്കിൽ കണ്ടെത്താൻ സാധിച്ചു എന്ന് വരും. ഇനി അതുപോലെ തന്നെ നിങ്ങൾ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു റേഞ്ച് ബൗണ്ടഡ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് സെഷൻസ് ആണ് ഈ ഒരു ബാങ്ക് നിഫ്റ്റിയിൽ കാണാനുള്ളത്. 20,920, അതുപോലെ തന്നെ 23,200 ആ റേഞ്ചിനുള്ളിലുള്ള ഒരു റേഞ്ച് ബോർഡർ സെഷൻസ് ആണ് ജൂലൈ ആദ്യം തൊട്ട് കാണാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു മിഡ് റേഞ്ചിലാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാർട്ടിന് നിങ്ങളുടെ ഒരു സ്റ്റഡി പർപ്പസിനായിട്ട്, നിങ്ങളുടെ അനാലിസിസിനായിട്ട് കൊണ്ടുവരിക. അപ്പോൾ ബാങ്കിങ് സ്റ്റോക്കുകൾ അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലൊക്കെ ട്രേഡ് ചെയ്യുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അനാലിസിസ് നിങ്ങളുടെ കയ്യിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. ഇനി ഈ ഒരാഴ്ചത്തെ മാർക്കറ്റുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ആദ്യം Q1 റിസൾട്ട്സിൻ്റെ ഏകദേശം ഒരു അവസാന ഘട്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏകദേശം എല്ലാ പ്രധാനപ്പെട്ട കമ്പനികളുടെയും റിസൾട്ട്സുകൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ഒരാഴ്ച പ്രധാനമായിട്ടും റിസൾട്ട്സ് വരുന്ന കമ്പനികൾ നോക്കുമ്പോൾ LIC ഹൗസിംഗ് ഫിനാൻസ് നാളെ റിസൾട്ട്സ് പബ്ലിഷ് ചെയ്യുന്നു. തുടർന്ന് NMDC, അതുലോട്ടോ, അവന്തി ഫീഡ്സ്, IRB ഇൻഫ്ര, IDFC ഇങ്ങനെ കുറേ സ്റ്റോക്കുകളുടെ റിസൾട്ട്സും ഈ ഒരാഴ്ച വരുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ്റെ മന്ത്ലി എക്സ്പയറിയാണ് ഈ വരുന്ന വ്യാഴാഴ്ച. അപ്പോൾ അന്ന് മാർക്കറ്റിൽ ഒരു വോളറ്റിലിറ്റി വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നിങ്ങൾ അന്നത്തെ ദിവസം ഒന്ന് കോഷ്യസ് ആയിട്ടിരിക്കുന്നത്, ട്രേഡിംഗ് ഒക്കെ കോഷ്യസ് ആയിട്ട് എടുക്കുന്നതായിരിക്കും സേഫ് ആവുക. ഇനി കൊറോണയെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഇപ്പോൾ 30 ലക്ഷത്തിന് മുകളിലാണ് ടോട്ടൽ കൊറോണ കേസസ് നിലനിൽക്കുന്നത്. ഡെയിലി വരുന്ന കേസുകളിലും ഒരു വർധനവൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് പക്ഷേ ഇതൊരു ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് നിന്നൊക്കെ നോക്കുകയാണെങ്കിൽ ഇതൊരു നോർമലായിട്ടുള്ളൊരു സംഭവം എന്ന രീതിയിലാണ് ഇപ്പം മൈൻഡ് സെറ്റൊക്കെ കാണാനുള്ളത്. അതുപോലെ തന്നെ ഇപ്പം ട്രാവൽ റെസ്ട്രിക്ഷൻസൊക്കെ വീണ്ടും ഗവൺമെൻറ് ഇളവുകൾ കൊണ്ടുവരാൻ പോകുന്നു എന്ന രീതിയിലും അപ്ഡേറ്റുകളിൽ കാണുന്നു അടുത്ത അൺലോക്ക് പ്രക്രിയ വരുമ്പോൾ. ഇനി അടുത്തായിട്ട് AGR ഹിയറിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. സുപ്രീം കോടതിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന് ലാസ്റ്റ് അപ്ഡേറ്റുകൾ നോക്കുമ്പോൾ വോഡാഫോണിൻ്റെയൊക്കെ സ്പെക്ട്രം ഡ്യൂസ് എയർടെൽ പേ ചെയ്യണം. അതുപോലെ തന്നെ റിലയൻസ് കമ്മ്യൂണിക്കേഷൻ്റെ ഡ്യൂസ് ജിയോനോടും പേ ചെയ്യണം എന്ന രീതിയിലൊരു അപ്ഡേറ്റുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. ഇനി അതുപോലെ തന്നെ US ചൈന ടെൻഷൻസിൻ്റെ നോക്കുമ്പോൾ അവിടെയും ഇപ്പോൾ അതിലൊരു അയവ് വരുന്ന രീതിയിലൊന്നും കാണാനില്ല. ചൈന ഇപ്പം US സംസാരിക്കും എന്ന രീതിയിലൊരു അപ്ഡേറ്റുകൾ കഴിഞ്ഞ ദിവസം കൊടുത്തിട്ടുണ്ട് എന്നെങ്കിലും US ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് അതൊരു ഡിക്ലൈൻ ചെയ്തുകൊണ്ടുള്ള അപ്ഡേറ്റുകളാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു US ചൈന ടെൻഷൻസ് ഇപ്പോൾ വീണ്ടും തുടരുന്ന രീതിയിലാണ് കാണാനുള്ളത്. അപ്പോൾ അതും നിങ്ങളൊന്ന് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക. ഇനി FIIൻ്റെ ആക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ഒരാഴ്ച ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു നെറ്റ് ബൈയിങ് ആണ് മാർക്കറ്റിൽ കാണാനുള്ളത്. അതുപോലെ തന്നെ ഓഗസ്റ്റ് മാസം മുഴുവൻ എടുത്ത് നോക്കുകയാണെങ്കിലും ഒരു നെറ്റ് ബൈയിങ് ആണ് അവരുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ അവർ മാർക്കറ്റിൽ നിന്ന് സ്റ്റോക്കുകൾ വാങ്ങിയതിൻ്റെ അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയതിൻ്റെയൊക്കെ ഒരു ഇത് ഉണ്ടാവാം. എന്നിരുന്നാലും ഒരു നെറ്റായിട്ടുള്ളൊരു പോസിറ്റീവ് ട്രെൻഡിലാണ് FIIനെ കാണാനുള്ളത്. ഇനി അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറെ 2 വിഷയങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിണ്ട ഇൻഡസ്ട്രീസ് അവർ റൈറ്റ് ഇഷ്യൂ ഓപ്പൺ ചെയ്യുകയാണ്. ഓഗസ്റ്റ് 25-ാം തീയതിയാണ് ഓപ്പണിംഗ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സെപ്റ്റംബർ 8 വരെയാണ് ഈ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ആ ഒരു സ്റ്റോക്കിനെ ഒന്ന് നിങ്ങൾ അനലൈസ് ചെയ്യുക. അപ്പോൾ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പോസിബിലിറ്റിയോ അല്ലെങ്കിൽ ഒരു ലിസ്റ്റിംഗ് ഗെയിൻ്റെ എടുക്കാനുള്ള ഒരു പോസിബിലിറ്റിയൊക്കെ ഉള്ള സ്റ്റോക്കുകളാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സാറ്റിൻ ക്രെഡിറ്റ് കെയർ നെറ്റ്വർക്ക് അവർ ഓഗസ്റ്റ് 12-ാം തീയതി ആയിരുന്നു റൈറ്റ് ഇഷ്യൂവിൻ്റെ വിൻഡോ ഓപ്പൺ ചെയ്തത്. അത് ഓഗസ്റ്റ് 26-ാം തീയതി ക്ലോസ് ആകാൻ പോവുകയാണ്. അപ്പം 24, 25, 26 3 ദിവസം ഇനി നമ്മൾക്കുണ്ടാവും ഈ ഒരു റൈറ്റ് ഇഷ്യൂവിൻ്റെ വിൻഡോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു 2 സ്റ്റോക്കുകളും ഒന്ന് അനലൈസ് ചെയ്യുക. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോസിബിലിറ്റിയോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഗെയിൻ എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക ഈ 2 സ്റ്റോക്കുകളും. അപ്പോൾ ഇവരുടെ RHP ഫയലൊക്കെ, റെഡ് ഹെറിംഗ് പ്രോസ്പെക്റ്റിൻ്റെ ഫയലൊക്കെ നിങ്ങൾക്ക് സെബിയുടെ വെബ്സൈറ്റുകളിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ ഇവരുടെ ഒരു ഫിനാൻഷ്യൽ പൊസിഷനെക്കുറിച്ചും അതുപോലെ തന്നെ ബിസിനസ്സിനെക്കുറിച്ചും ഉള്ള കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ഇവരുടെ ആ ഒരു RHP ഫയലിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഓവറോളായിട്ട് നിഫ്റ്റിയുടെ ഒരു ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഒരു സൈഡ് വേയിലേക്ക് പോകാനുള്ള സാധ്യതകളാണ് ഇന്നത്തെ മാർക്കറ്റിൽ കാണുന്നത്. എന്നിരുന്നാലും ഒരു കൺഫർമേഷനായിട്ട് നിങ്ങൾ രാവിലെ SGX നിഫ്റ്റി ഒന്ന് വാച്ച് ചെയ്യുക. അപ്പോൾ അതേ തുടർന്ന് നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സംസാരിച്ച സ്റ്റോക്കുകളും എല്ലാം ഒന്ന് നിങ്ങൾ അനലൈസ് ചെയ്യുക. അപ്പോൾ അതേ തുടർന്ന് നിങ്ങളൊരു ട്രേഡിങ്ങോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടൈം ട്രേഡിങ്ങിലൊക്കെ പോകുന്നതായിരിക്കും നല്ലതായിട്ടുണ്ടാവുക.
പുതിയ അപ്ഡേറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.